അടിപൊളി വീഡിയോ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ 10th CBSE നിങ്ങളെയൊക്കെ കുഴപ്പിക്കുന്ന ഒരു വലിയ ചാപ്റ്ററാണ് നമ്മുടെ ലൈഫ് പ്രോസസ് ചാപ്റ്റർ. അത് നമ്മളിതാ ഈ ഒരു ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സെറ്റാക്കാൻ പോവാണ്. മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അത് മാത്രമല്ല എല്ലാ മക്കളും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും നമ്മുടെ എസ്ത്ര ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഓഫറിനെ കുറിച്ചൊക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾ ഫ്രീഡം 20 കോഡൊക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാം. ലൈഫ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ 4 ഡിഫറെൻറ്റ് പ്രോസസ്സുകളാണ് കാണുന്നത്. ഒന്ന് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഡൈജഷൻ, സെക്കൻഡ് വൺ നമ്മൾ കാണുന്നത് റെസ്പിറേഷൻ, തേർഡ് വൺ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് എക്സ്ക്രീഷൻ. ഈ 4 പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഇനി ഇത് മാത്രമേ ഉള്ളൂ മിസ്സേ പ്രോസസ്സ് എന്ന് ചോദിച്ചാൽ അല്ല, റീപ്രൊഡക്ഷൻ ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല നെർവസ് കൺട്രോളും കാര്യങ്ങളും ഹോർമോണൽ കൺട്രോളും അതൊക്കെ എന്താണ് വേറെ ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ബാക്കി ഈ 4 പ്രോസസ്സും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. ഏറ്റവും കൂടുതൽ ഡയഗ്രാമാറ്റിക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അതാണ് നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിൽ സെറ്റാക്കാൻ പോകുന്നത്. സോ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എല്ലാ ലിവിങ് ഓർഗാനിസവും അവർ ലിവിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ ഫീച്ചേഴ്സുകൾ ഉള്ളത് കൊണ്ടാണ്. നമ്മളൊക്കെ ലിവിങ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് റെസ്പയർ ചെയ്യാൻ പറ്റുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ മെറ്റബോളിക് ആക്ഷൻസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നു. ഇത്തരത്തിലുള്ള പല പ്രോസസ്സുകൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് കൊണ്ടും സെല്ലിൻ്റെ ഉള്ളിലെ ഈ മെക്കാനിസംസ് ആണ് നമ്മൾ ലിവിങ് ആയിട്ട് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഒരു ലിവിങ് ഓർഗാനിസം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, നമുക്കൊരു കോൺഷ്യസ്നെസ്, നമുക്ക് ബോധപൂർവ്വം ചിന്തിക്കാനുള്ള കഴിവുണ്ട്, റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ന്യൂട്രീഷൻ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആൻഡ് ബ്രീത്തിങ് ചെയ്യുന്നുണ്ട്, മെറ്റബോളിക് ആക്ഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചേരുന്നത് കൊണ്ടാണ് നമ്മൾ ലിവിങ് ഓർഗാനിസത്തെ ഒരു ലിവിങ് ഓർഗാനിസം എന്ന് തന്നെ പറയുന്നത്. Then what is life process? The maintenance functions of living organism must go on even when they are not doing anything particular. അല്ലേ, നമ്മളിപ്പോൾ കിടന്നുറങ്ങുവാണെങ്കിൽ കൂടെ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണോ, എന്തൊക്കെ മെറ്റബോളിക് ആക്ഷൻസ് നടക്കണോ, അതിനൊക്കെ അവിടെ എന്ത് റോളുണ്ട്, ഈ ഒരു ലൈഫ് പ്രോസസ്സുകൾ നടക്കുന്നത് കൊണ്ടാണ്. അപ്പം മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, അനബോളിസവും കാറ്റബോളിസവും. അതായത് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യുന്നു, കുറേ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ മോളിക്യൂൾ ചേർത്ത് കൂട്ടി വലിയ കോമ്പൗണ്ടുകളാക്കുന്നുണ്ട്. അതേപോലെ തന്നെ വലിയ കോമ്പൗണ്ട്സിനെ ബ്രേക്ക് ചെയ്ത് സിമ്പിൾ മോളിക്യൂൾ ആക്കുന്നുമുണ്ട്. ഇതൊക്കെ ചേരുന്നതാണ് എന്ത്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ലൈഫ് പ്രോസസ്സിൽ ആദ്യം നമ്മൾ കാണുന്നത്, നമ്മൾ പറഞ്ഞു 4 പ്രോസസ്സ് ഉണ്ട്: ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അതിൽ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ന്യൂട്രീഷൻ ആണ്. Nutrition is made up of taking in food by an organism and its utilization by the body. ഭക്ഷണത്തെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും അത് ദഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണത്തെ ഇൻടേക്ക് ചെയ്യുന്നു, അതിനെ സിമ്പിൾ മോളിക്യൂൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ദാറ്റ് ഈസ് ന്യൂട്രീഷൻ. അപ്പം ന്യൂട്രീഷൻ നമുക്ക് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്, പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗവുമാണ്. ന്യൂട്രീഷനെ 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഓട്ടോട്രോഫിക് ന്യൂട്രീഷനും, 2 ഹെട്രോട്രോഫിക് ന്യൂട്രീഷനും. ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി സെൽഫായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അത് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ്. ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാലോ വി ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ ഫുഡിന് വേണ്ടി മറ്റൊരു ഓർഗാനിസത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ആർ ഹെട്രോട്രോഫിക് ഓർഗാനിസം. അപ്പോൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനിൽ എക്സാമ്പിൾ വരുന്നതാണത് ഗ്രീൻ പ്ലാന്റ്സ്, ബ്ലൂ ഗ്രീൻ ആൽഗെ ഒക്കെ. And autotrophs take in simple inorganic substances from the outside and convert them into food. Autotrophs എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന പ്ലാന്റ്സിലേക്കൊക്കെ നമ്മൾ കിടക്കാൻ പോവുകയാണ്. അതിൽ സിമ്പിൾ കമ്പോണൻസ് യൂസ് ചെയ്ത് അതിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഗ്രീൻ പ്ലാന്റ്സും ബ്ലൂ ഗ്രീൻ ആൽഗയുമാണ്. ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോഴോ അവിടെ നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സോ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്. ഓൾ ദ ആനിമൽസ് ആർ ഹെട്രോട്രോഫ്സ്. ഇനി ട്രോഫിക് ന്യൂട്രീഷനിൽ ഹെർബിവോഴ്സ്, കാർണിവോഴ്സ്, അതുപോലെ ഒംനിവോഴ്സുകളുണ്ട്. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീർ, ജിറാഫ് ഒക്കെ പോലെ ഗ്രാസസ് അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിനെ മാത്രം ഫീഡ് ചെയ്യുന്നവർ, സസ്യാഹാരികളാണ് നമ്മൾ പറയും. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആനിമൽസിനെയാണ് ഫീഡ് ചെയ്യുന്നത്, പ്ലാന്റ്സിനെ അവർ കഴിക്കില്ല. ഒംനിവോഴ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത് പ്ലാന്റ്സിനെയും അതുപോലെ തന്നെ ആനിമൽസിനെയും ഫീഡ് ചെയ്യുന്നവരെയാണ് ഒംനിവോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. സോ ദീസ് ആർ ദി ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ.
ഇനി ഈ ന്യൂട്രീഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഹെട്രോട്രോപ്സുകളെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതൊക്കെ? കാർണിവോഴ്സ്, ഒംനിവോഴ്സ്, ഹെട്രോട്രോപ്സ്. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ നടത്തുന്ന ഗ്രീൻ പ്ലാന്റ്സിനെയാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ ഹെട്രോട്രോപിക് ന്യൂട്രീഷന് തന്നെ 3 ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ നിങ്ങൾക്ക് കാണാം. ഹോളോസോയിക്, സാപ്രോഫൈറ്റിക് ആൻഡ് പാരസൈറ്റിക്. ഇതിൽ ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അമീബയിലും നമ്മൾ മനുഷ്യരിലും നടക്കുന്ന ഡൈജസ്റ്റീവ് പ്രോസസ് ആണെന്ത്, അല്ലെങ്കിൽ ന്യൂട്രിറ്റീവ് പ്രോസസ് ആണെന്ത് ഹോളോസോയിക് ന്യൂട്രീഷൻ. അതായത് പുറത്തുനിന്ന് ഫുഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? വായിലേക്ക് ഇൻടേക്ക് ചെയ്യുന്നു, എന്നിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് വേണ്ട സാധനങ്ങൾ നമ്മൾ എടുക്കുന്നു, വേണ്ടാത്തതിനെ നമ്മൾ കളയുന്നു. ഈ ഒരു കംപ്ലീറ്റ് സൈക്കിളിനെയാണ് നമ്മൾ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഫുഡിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് ഡൈജഷനൊക്കെ നടത്തിയിട്ട് വേണ്ട ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യുന്നു, അത് അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നു, വേണ്ടാത്തതിനെ പുറത്തോട്ട് കളയുന്നു. ഇത്രയുമാണ് എന്ത്? ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ അമീബ എന്താണ്? ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ്. ഇതിനെ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ സ്റ്റെപ്പുകളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് ഇൻജഷൻ, രണ്ടാമത്തേത് ഡൈജഷൻ, മൂന്നാമത്തേത് എബ്സോർപ്ഷൻ, നാലാമത്തേത് അസിമിലേഷൻ, അഞ്ചാമത്തേത് ഇജഷൻ. ഈ സ്റ്റെപ്പ് നിർബന്ധമായിട്ടും പഠിക്കണം. വളരെയായിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻ ഹോളോസോയിക് ന്യൂട്രീഷൻ: ഇൻജഷൻ, ഡൈജഷൻ, എബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അപ്പം അമീബയിലാണെങ്കിലും നമ്മുടെ ബോഡിയിലാണെങ്കിലും ഈ സ്റ്റെപ്പ് വൈസ് ആയിട്ടാണ് നടക്കുന്നത്. ഇനി ഹ്യൂമൻസ് എക്സിബിറ്റ് ഹോളോസോയിക് ന്യൂട്രീഷൻ. ഹ്യൂമൻസും എന്താണ്? ഹോളോസോയിക് ന്യൂട്രീഷൻ ആണ് നടത്തുന്നത്. രണ്ടാമത്തേതാണ് സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. അതായത് എന്ത് ചെയ്യുന്നു ഇവിടെ? നമ്മുടെ ഈ പറയുന്ന ഫംഗസുകൾ, ബാക്ടീരിയാസ് ഒക്കെ ഇവരെന്താ ചെയ്യുന്നത്? ഡെഡ് ഓർഗാനിസത്തിലാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പം ഡെഡായിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ ഫീഡ് ഓൺ ചെയ്ത് ഫുഡ് കഴിക്കുന്നവരെ നമ്മൾ പറയുന്നതാണെന്ത്? സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. സോ സാപ്രോഫൈറ്റ്സ് ആർ ദ മൈക്രോ ഓർഗാനിസംസ് വിച്ച് ആർ ഇൻകാപ്പബിൾ ഓഫ് മേക്കിംഗ് ദെയർ ഓൺ ഫുഡ് ആൻഡ് ദേ സർവൈവ് ബൈ ഫീഡിങ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മാറ്റർ. അപ്പം ഇവർ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെഡായി കിടക്കുന്ന, അഴുകി കിടക്കുന്ന ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ ചത്ത് കിടക്കുന്ന മണ്ണിലൊക്കെ നമ്മൾ കാണുന്ന ചില ജീവികളൊക്കെ ചത്ത് കിടക്കുന്ന കാണാം. അതുപോലെ നനഞ്ഞുണങ്ങി കിടക്കുന്ന മരത്തടികളൊക്കെ കാണാം. ഇതുപോലെ ലോഗ്സിലും ഡെഡായിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെയും ഫീഡ് ചെയ്ത് അവരിൽ നിന്ന് ന്യൂട്രിയൻസ് അപ്ടേക്ക് ചെയ്യുന്നവരെയാണ് നമ്മൾ സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ആ ന്യൂട്രീഷനെ നമ്മൾ സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നു. ഇതിൻ്റെ എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോ. മഷ്റൂംസ് അതുപോലെ ഫംഗസുകളൊക്കെ സാപ്രോഫൈറ്റുകളാണ്. അപ്പോൾ ഏത് ന്യൂട്രീഷൻ പഠിക്കുമ്പോഴും അവിടെ എക്സാമ്പിൾസ് പഠിക്കണേ. ഇനി മൂന്നാമത്തേത് പാരസൈറ്റിക് ന്യൂട്രീഷൻ. നമ്മൾ പാര എന്ന് ആലോചിച്ചാൽ മതി, വേറെ ഒന്നും ആലോചിക്കേണ്ട. പാര വെക്കുന്ന ആൾക്കാരുണ്ടോ അവരെ നമുക്ക് പാരസൈറ്റ് എന്ന് പറയാം. പാരസൈറ്റിസം ഈസ് വെർ വൺ ഓർഗാനിസം ഈസ് എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ അനദർ ഓർഗാനിസം ഫോർ ന്യൂട്രിയൻറ്റ്. പാര എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വേണ്ടിയിട്ട് വേറൊരാളെ പാര വെച്ചിട്ട് അവരെ കൊണ്ട് ജീവിക്കും അല്ലേ? ഇതേപോലെയാണ് പാരസൈറ്റുകളും. ഇവരെന്ത് ചെയ്യുന്നു? ഈ ഇത്തൽക്കണ്ണിയൊക്കെ നിങ്ങൾ മാവിൻ്റെ മേലെ കണ്ടിട്ടുണ്ടാവും. ഈ മാംഗോ ട്രീയിൽ അവർ പ്ലാന്റ് എന്ത് ചെയ്യുന്നു? ഫോട്ടോസിന്തസിസ് ഒക്കെ നടത്തി ഉണ്ടാക്കിയ ന്യൂട്രിയൻസിനെ നമ്മൾ ഈ ഇത്തൽക്കണ്ണി എന്ത് ചെയ്യും? വലിച്ചെടുക്കുന്നു. സോ ലൊറാന്തസ് അവിടെ പാരസൈറ്റ് ആണ് ജീവിക്കുന്നത്. അവിടെ മാംഗോ ട്രീ എന്ന് പറയുന്നത് ഹോസ്റ്റ് ആണ്. അപ്പോൾ ഈ പാരസൈറ്റുകൾ ഈ ഹോസ്റ്റിൻ്റെ മേലെ ജീവിച്ച് അവർ ന്യൂട്രിയൻസ് ഒക്കെ എന്ത് ചെയ്യും? അപ്ടേക്ക് ചെയ്യും. അങ്ങനെ സ്വതവേ എന്ത് ചെയ്യും? ഈ ഹോസ്റ്റ് നശിക്കാൻ തുടങ്ങും. ഇവർ നല്ല ഉഷാറായിട്ട് ജീവിക്കും. സോ അതിനുള്ള എക്സാമ്പിളാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മുടെ ടിക്സ്, തലയിലുള്ള പേന്, അതുപോലെ കസ്ക്യൂട്ടയുണ്ട്, അതുപോലെ ലൈസ്. അപ്പോൾ ചെള്ളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ലൈസാണ് പേന്. ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോഗ്സിലൊക്കെ അവരുടെ മേത്തൊക്കെ കാണുന്ന ടിക്സ്, ചെള്ളൊക്കെ എന്താണ്? പാരസൈറ്റുകളാണ്. ഇനി നമ്മൾ പ്ലാന്റ്സിനെ എപ്പോഴും എന്താണ്? ഏത് കാര്യം നമ്മൾ പറയുവാണെങ്കിലും നമ്മൾ ബയോളജിക്കലി പറയും പ്ലാന്റ്സ് ആർ വെരി ഇമ്പോർട്ടൻ്റ് എന്നല്ലേ? ഒരേ ഒരു കാരണം കൊണ്ടാണ് പറയുന്നത്, വേറൊന്നും കൊണ്ടല്ല. ബിക്കോസ് ദേ ആർ ഓട്ടോട്രോപ്സ്. സ്വന്തമായി ഫുഡ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാരാണ്? നമ്മുടെ സസ്യങ്ങളാണ്, പ്ലാന്റ്സ് ആണ്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ഇത്രയും ഇമ്പോർട്ടൻസിൽ പറയുന്നത്. കാരണം നമ്മളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? പ്ലാന്റ്സിനെയാണ്. ബിക്കോസ് പ്ലാന്റ്സ് ക്യാൻ യൂട്ടിലൈസ് സൺലൈറ്റ് അല്ലെങ്കിൽ സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സ് ക്യാൻ പ്രൊഡ്യൂസ് ഫുഡ് ബൈ ദെയർ ഓൺ. അപ്പോൾ ഫോട്ടോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ലൈറ്റ് ആണ് അല്ലേ? അപ്പോൾ സൺലൈറ്റ് യൂസ് ചെയ്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. സോ the processes by which green plants prepare their own food by combining carbon dioxide and water in the presence of sunlight and chlorophyll to produce glucose and give out oxygen as byproduct. Photosynthesis പഠിക്കാൻ ഒരു ഒറ്റ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നു. പിന്നെ അവർ യൂസ് ചെയ്യുന്നത് എന്താണ്? വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഈ വാട്ടർ സൺലൈറ്റ് വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? സൺലൈറ്റിന് ഇവരെന്ത് ചെയ്യുന്നു? ക്ലോറോഫിലിൻ്റെ
ക്ലോറോഫിൽ എന്ന പിഗ്മെൻ്റ് ഉണ്ട്. ആ പിഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ആ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയും വാട്ടറിനെയും യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. എന്നിട്ടോ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഓക്സിജനും റിലീസ് ചെയ്യുന്നു. അപ്പം അവർക്ക് വേണ്ട കമ്പോണൻസ് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ വാട്ടർ, സൺലൈറ്റും ക്ലോറോഫിലും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിനെ പ്രിപ്പയർ ചെയ്യുന്നു ആൻഡ് ഓക്സിജൻ. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആദ്യം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വേഗം എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ്. വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനെയും ഓക്സിജനുമാക്കി മാറ്റുന്നു. H2O എന്താക്കി മാറ്റുന്നു? ഹൈഡ്രജനെയും ഓക്സിജനുമാക്കി മാറ്റുന്നു. ഈ ഓക്സിജനെ അവർ അറ്റ്മോസ്ഫിയറിലേക്ക് പുറത്തോട്ട് കളയുന്നു. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ചേർന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ 3 പേരും കൂടെ ചേർന്നിട്ട് എന്താകുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അല്ലേ? യെസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജൻ, വാട്ടറിൽ നിന്ന് കിട്ടിയ ഹൈഡ്രജനും കൂടെ ചേർന്ന് അവർ ഗ്ലൂക്കോസ് ഉണ്ടാക്കിയെടുക്കുന്നു. അപ്പം നേരത്തെ ഇവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഓക്സിജനും ഇപ്പം അവരുണ്ടാക്കിയ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർത്ത് ഗ്ലൂക്കോസും. അപ്പോൾ ഈ ഒരു മെക്കാനിസം നടക്കുമ്പം ആദ്യം വാട്ടർ സ്പ്ലിറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു എനർജി അവരുണ്ടാക്കുന്നുണ്ട്, അതാണ് ATP. ആ ATP യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഇവിടെ അവർ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇങ്ങനെ 2 ഫേസാണ് നടക്കുന്നത്. അതിലാദ്യം നടക്കുന്ന ഫേസിനെയാണ് നമ്മൾ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത്. രണ്ടാമത് ഫുഡ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ഫേസാണെന്ത്? ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ലൈറ്റ് ഫേസ് ഡേ ടൈമിലും ഡാർക്ക് ഫേസ് നൈറ്റ് ടൈമിലുമാണ് നടക്കുന്നത്. ഈ 2 പ്രോസസ്സാണ് എന്ത്? ഫോട്ടോസിന്തസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആലോചിക്കുക, ഫോട്ടോസിന്തസിസ് നടത്താൻ അവർക്ക് സൺലൈറ്റ് വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ആൻഡ് നമുക്ക് വേണ്ട ക്ലോറോഫിൽ വേണം, ആൻഡ് വാട്ടർ വേണം. ദെൻ ഈ പ്ലാസ്റ്റ് നമ്മൾ പറഞ്ഞു, ക്ലോറോഫിൽ എന്ന പിഗ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് അവർ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് എന്ന്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത്? ഞാനിപ്പോൾ പറഞ്ഞ ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും നടക്കുന്നത്. അപ്പം നിങ്ങൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്തായാലും പഠിച്ചു വെക്കണം. നിങ്ങൾ ഈ കാണുന്നതാണ് ക്ലോറോപ്ലാസ്റ്റ്. ഡബിൾ മെംബ്രെയിൻ വാൾ ഇവർക്കുണ്ട്, മെംബ്രെയിൻ ഉണ്ട് ഇവർക്ക്. അതുപോലെ ഇവർക്ക് ഇത് കണ്ടോ, തൈലക്കോയിഡ്, ചെറിയ കോയിൻ പോലത്തെ തൈലക്കോയിഡ് കാണാം. ആ തൈലക്കോയിൻ്റെ ഒരൊറ്റ സാക്കിനെ നമ്മൾ ഗ്രാനം എന്ന് പറയുന്നു. ആൻഡ് അവർ കാണുന്ന ഒരു ഫ്ലൂയിഡ് മെട്രിക്സ് ഉണ്ട്, അതിനെ നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നു. ഈ 2 ഗ്രാനകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രക്ചറും എന്താണ്? നോട്ട് ചെയ്ത് തന്നെ വെക്കാം. അപ്പോൾ ഫോട്ടോസിന്തസിസ് അവിടെ നിങ്ങളത് ഓർത്ത് വെക്കുക. ആൻഡ് ഞാൻ പറഞ്ഞ എന്താണ് റിയാക്ഷൻസ്, നോർമലായിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു റിയാക്ഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ചേർന്ന് ഗ്ലൂക്കോസ് പ്രിപ്പയർ ചെയ്യുന്നു, ഓക്സിജൻ അവിടെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നു. ദെൻ ഇനി ഫോട്ടോസിന്തസിസ് നടത്തി കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് തന്നെ വാട്ടർ സൊല്യൂബിളായി പോകും. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? ഇൻസൊല്യൂബിളായിട്ട് ഒരു സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെ ഗ്ലൂക്കോസിനെ എന്താക്കുന്നു? സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നീട് അവർ പല കമ്പോണൻസ് ആകുന്നു. ഈ സ്റ്റാർച്ചിനെ എന്ത് ചെയ്യുന്നു? പിന്നീട് ഗ്ലൂക്കോസായിട്ടും സൂക്രോസായിട്ടും ഫ്രക്ടോസായിട്ടും ഒക്കെ പല രൂപത്തിലേക്കാക്കി മാറ്റുന്നു. ആ രൂപമാറ്റം സംഭവിക്കുന്നതാണ് നമ്മൾ പ്ലാന്റ്സിൽ കാണുന്ന പൊട്ടറ്റോ, ഫ്രൂട്ട്സ്, അതുപോലെ പല പല കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെ പല ടൈപ്പ് ഓഫ് വെജിറ്റബിൾസ് ഒക്കെ പല രൂപങ്ങളായിട്ട് മാറുന്നതാണ്. എല്ലാം എന്താണ്? ഈ ഗ്ലൂക്കോസ് തന്നെ കൺവേർട്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പം അത്രയുമാണ് നമ്മൾ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്തേത് നമ്മൾ കാണാൻ പോകുന്നതാണെന്ത്? അമീബയുടെ ന്യൂട്രീഷൻ നമ്മൾ പറഞ്ഞു. ആ ഓർഡറിൽ ഫുഡ് പാർട്ടുകൾ എന്ത് ചെയ്യുന്നു? ഈ സ്യൂഡോപോഡിയെ വെച്ചിട്ട് അവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ആ സ്യൂഡോപോഡി ഇൻടേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന് ഉള്ളിൽ ഫുഡ് വാക്യൂൾ വെച്ച് ഡൈജസ്റ്റ് ചെയ്യുന്നു. ഫുഡ് വാക്യൂൾ വെച്ച് ഡൈജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ പിന്നീട് അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഒക്കെ അവരെടുത്ത വേസ്റ്റിനെ എന്ത് ചെയ്തു? പുറത്തോട്ട് കളയുന്നു. ഇതാണ് അമീബയിൽ നടക്കുന്നത്. ഇനി ഹ്യൂമൻ ബീയിങ്സിലേക്ക് വരുമ്പോൾ, ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇവിടെ നമ്മുടെ മൗത്ത്, പിന്നെ ഈസോഫാഗസ്, ലിവർ കാണാം, അത് കഴിഞ്ഞ് സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ഏനസ് അല്ലേ? ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ഫുഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം പോകുന്നത്. അതിൽ ഈ ഒരു പാത്ത് വേനെ നമ്മൾ പറയുന്ന എലിമെൻ്ററി കനാൽ എന്നാണ്. അതായത് മൗത്ത് ടു ഏനസ് ഉള്ള ആ ഒരു പാത്ത് വേനെ എലിമെൻ്ററി കനാൽ എന്നാണ് പറയുന്നത്. ഇതിൽ ഓരോ പ്രോസസ്സിലും ഡൈജഷൻ നടക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്.
ആദ്യം നിങ്ങൾക്ക് കാണാം ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പം കുറേ മെക്കാനിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്, കൂടെ കെമിക്കൽ ആക്ഷൻസ് നടക്കുന്നുണ്ട്. മെക്കാനിസം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മൗത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ചൂ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വായിലുള്ള എൻസൈംസ് എന്ത് ചെയ്യുന്നു, ഇവരെ ഡൈജസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ എൻസൈംസ് ആർ ബേസിക്കലി പ്രോട്ടീൻ ദാറ്റ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലിവിങ് ഓർഗാനിസം ടു ബ്രിങ് അബൌട്ട് സർട്ടൈൻ മെറ്റബോളിക് ആൻഡ് ബയോകെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദ ബോഡി. അല്ലേ, ഈ പറയുന്ന ബയോകെമിക്കൽ റിയാക്ഷൻസ് എല്ലാം നടക്കുന്നത് എവിടെയാണ്, നമ്മൾ ഈ പറയുന്ന എൻസൈംസ് യൂസ് ചെയ്തിട്ടാണ്. സോ എൻസൈമിനെ നമുക്ക് എന്ത് പറയാം, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ദാറ്റ് സ്പീഡ് അപ്പ് റിയാക്ഷൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡീൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗ്ലൂക്കോസിനെ മറ്റൊരു രൂപമാക്കി മാറ്റുന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിയാക്ഷൻ സ്പീഡ് കൂട്ടാൻ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ കാറ്റലിസ്റ്റുകളാണെന്ത്, എൻസൈമുകൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം അമിലേസ്, പ്രോട്ടിയേസ്, ലിപ്പേസസ്, ഇതൊക്കെ എന്താണ്, എൻസൈംസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വായ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ബക്കൽ കാവിറ്റി കാണാം. ഈ ബക്കൽ കാവിറ്റിയിൽ എന്തൊക്കെയുണ്ട്, ടീത്ത് ഉണ്ട്, ടങ്ക് ഉണ്ട്, സലൈവറി ഗ്ലാൻഡുകളും ഉണ്ട്. അപ്പോൾ ഈ സലൈവറി ഗ്ലാൻഡ്, ടങ്ക്, ടീത്ത് ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇവരുടെ വായിൽ നമ്മൾക്ക് ഡൈജഷൻ അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ടങ്ക് വെച്ചിട്ടും ടീത്തൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, വായിലുള്ള ഭക്ഷണത്തെ നല്ലോണം ചവച്ചരച്ച് സലൈവൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കുഴമ്പ് പരുവത്തിലാക്കുന്നു. ഇവിടെ മെക്കാനിക്കൽ ഡൈജഷൻ അവിടെ സംഭവിക്കുമ്പം എൻസൈം വരുന്നുണ്ട്, അതാണ് സലൈവറി അമിലേസ്. ആ എൻസൈം എന്ത് ചെയ്യുന്നു, സ്റ്റാർച്ചിനെ സിമ്പിൾ ഷുഗർ ആക്കി മാറ്റുന്നു. നമ്മൾ ചോറ് കഴിക്കുമ്പം ആ ചോറിനെ സിമ്പിൾ ഷുഗർ ആക്കി മാറ്റുന്നത് വായിലെ ഉമിനീരിൽ അല്ലെങ്കിൽ നമ്മുടെ സലൈവയിലുള്ള സലീവറി അമിലേസ് എൻസൈമാണ്. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൗത്തിൽ ഫസ്റ്റ് ആക്ഷൻ നടക്കുന്നത്. മൗത്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ ടീത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ ടീച്ചിലെ സ്ട്രക്ചേഴ്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. 4 ടൈപ്പ് ഓഫ് ടീത്തുകളുണ്ട്, അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ലോണം ചൂ ചെയ്യുന്നു. ഇനി അവിടെ നിന്ന് നേരെ പോകുന്നത് ഈസോഫാഗസിലേക്കാണ്. ഈസോഫാഗസിൽ എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്, പെരിസ്റ്റാൾസിസ്. ഈ പെരിസ്റ്റാൾസിസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഈസോഫാഗസിൽ നിന്ന് നമ്മുടെ ഫുഡ് എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലോബ് പോലെ ഫോമിൽ, ഒരു ഗ്ലോബ്യൂൾ ഫോമിൽ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. അത് മൂവ് ചെയ്ത് നേരെ എങ്ങോട്ടേക്ക് എത്തുന്നു, നമ്മുടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാലോ hydrochloric acid convert the pepsinogen to pepsin which break down proteins to peptides. അല്ലേ, സ്റ്റൊമക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, HCl ഉണ്ട്, ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല ആ ഒരു പെപ്സിൻ റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ പെപ്സിൻ എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു അസിഡിക് മീഡിയം വേണം. അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഒരു HCl അവിടെയുള്ളത്. അവിടെ എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൈം, ദ പാർഷ്യലി ഡൈജസ്റ്റഡ് ഫുഡ്, അതായത് ഈ ഒരു സ്റ്റൊമക്കിൽ പാർഷ്യൽ ഡൈജഷൻ കഴിഞ്ഞ് വരുന്നൊരു ഫുഡ് ഉണ്ട്. അതായത് പ്രോട്ടീൻ പാർഷ്യലായിട്ട് ഡൈജസ്റ്റ് ചെയ്തല്ലോ, അങ്ങനെ പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഫുഡ് സ്റ്റൊമക്കിൽ കാണുന്ന ആ ഒരു ഫുഡിനെയാണ് നമ്മൾ കൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് വൺ വേർഡ് ആയിട്ട് ചോദ്യം വരുന്നതാണ്. ഇനി എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റൊമക്കിൽ നിന്ന് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോവുകയാണ്. പക്ഷേ സ്റ്റൊമക്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, പെപ്സിൻ എന്ന എൻസൈം ഉണ്ട് പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ, HCl ഉണ്ട് അസിഡിക് മീഡിയം കൊടുക്കാനും ബാക്ടീരിയനൊക്കെ നശിപ്പിക്കാനും. പിന്നെ എന്താണ്, ഈ സ്റ്റൊമക്കിൻ്റെ വോളിൽ നിങ്ങൾക്ക് മ്യൂക്കസ് ലെയർ കാണാം. ഇതെന്ത് ചെയ്യുന്നു, പ്രൊട്ടക്റ്റ് ഫ്രം HCl. HCl നിന്ന് ആ വോളിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് മ്യൂക്കസ് വോൾ അവർക്കുള്ളത്. സോ സ്റ്റൊമക്കിൻ്റെ ഭാഗങ്ങൾ എന്തായാലും നോക്കുക, HCl, മ്യൂക്കസ്, പെപ്സിൻ. HCl ഒരു അസിഡിക് മീഡിയം കൊടുക്കുന്നുണ്ട്, പാത്തജനെ കില്ല് ചെയ്യുന്നു. മ്യൂക്കസ് എന്ത് ചെയ്യുന്നു, സ്റ്റൊമക്കിൻ്റെ വാൾ ലൈനിങ്ങിലുണ്ട്. പെപ്സിൻ എന്ത് ചെയ്യുന്നു, പ്രോട്ടീനെ പെപ്റ്റൈഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റൊമക്കിൽ നിങ്ങൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ലിവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ് കാണും, അതായത് ഫാറ്റ് ഗ്ലോബ്യൂളിനെ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ്സ് ആക്കി മാറ്റുന്നു. ലിവർ എന്ത് ചെയ്യുന്നു, ബൈൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ബൈൽ ജ്യൂസിലാണ് ഈ പറയുന്ന ഡൈജഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് അതിനെ സ്റ്റോർ ചെയ്യുന്നത്, ബൈൽ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, ഗോൾ ബ്ലാഡറിലാണ്. ബൈൽ ഈസ് സ്റ്റോർഡ് ഇൻ ഗോൾ ബ്ലാഡർ, അത് ഓർത്ത് വെക്കുക, 1 മാർക്കിന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജ് ഫാറ്റ് മോളിക്യൂൾ ഇൻ ടു സ്മോൾ ഡ്രോപ്ലെറ്റ്സ്, അതിനെയാണ് എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. എമൽസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കണേ, ലാർജ് ഫാറ്റ് മോളിക്യൂളിനെ ബ്രേക്ക് ചെയ്ത് സിമ്പിൾ ഫാറ്റ് ആക്കി മാറ്റുന്നു, അതാണെന്ത്, എമൽസിഫിക്കേഷൻ. അപ്പോൾ ഇതിന് ലിവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെ, ബൈൽ ജ്യൂസിൻ്റെ സഹായത്താൽ.
ബയൽ ജ്യൂസ് എന്ന് പറഞ്ഞാൽ യെല്ലോയിഷ് ഗ്രീൻ കളറാണ്. 95% ഓഫ് വാട്ടർ കാണാം. അതിൽ ബയൽ സോൾട്ടുകളുണ്ട്. ആൻഡ് ഇറ്റ് ഹെൽപ്പ് ഇൻ എമൽസിഫൈങ് ഫാറ്റ് ആൻഡ് ഓൾസോ ഇൻക്രീസ് ദെയർ ഇൻറ്റസ്റ്റൈനൽ അബ്സോർപ്ഷൻ. ഇൻറ്റസ്റ്റൈനിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നു? ബയൽ ജ്യൂസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേക്ക് ദ ഫുഡ് ഇൻ ആൽക്കലൈൻ. അതായത് സ്റ്റൊമക്കിൽ നിന്ന് വരുന്ന അസിഡിക് ഫുഡിനെ ആൽക്കലൈൻ ആക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഒരു ബയൽ ജ്യൂസാണ്. ദെൻ പിന്നെ പാങ്ക്രിയാസ് ഇവിടെ ഒരു വലിയ റോളുണ്ട്. പാങ്ക്രിയാസ് എന്താ ചെയ്യുന്നത്? ലിപ്പിഡ്സ് എന്താക്കി മാറ്റുന്നു? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കി മാറ്റുന്നു. പ്രോട്ടീൻസിനെ എന്ത് ചെയ്യുന്നു? അമിനോ ആസിഡ് ആക്കി മാറ്റുന്നു. കാർബോഹൈഡ്രേറ്റിനെ സിമ്പിൾ ഷുഗർ ആക്കി മാറ്റുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലിപ്പേസ്, ട്രിപ്സിൻ, പാങ്ക്രിയാറ്റിക് അമിലേസ് ഇതൊക്കെ ഈ പാങ്ക്രിയാസ് റിലീസ് ചെയ്യുന്നതാണ്. ആ പാങ്ക്രിയാറ്റിക് ജ്യൂസും ലിവറിൽ നിന്ന് വരുന്ന ബൈൽ ജ്യൂസും എല്ലാം കൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ 3 ഭാഗം നിങ്ങൾക്ക് കാണാം: ഡ്യുവഡനം, ജജനം ആൻഡ് ഇലിയം. അതിലൂടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയിട്ട് ഇവിടെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നു. അങ്ങനെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സോ ഡൈജഷൻ ഈസ് കംപ്ലീറ്റഡ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അവിടെ നിന്ന് പിന്നെ നടക്കുന്നത് എന്താണ്? ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്താൽ അബ്സോർപ്ഷൻ ആണ്. അബ്സോർപ്ഷൻ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിങ്ങൾക്ക് കണ്ടോ സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാണാം. അതാണ് വില്ലസുകൾ. ഈ വില്ലസുകൾ വഴി എന്ത് ചെയ്യുന്നു? ന്യൂട്രിയൻസിനെ അപ്ടേക്ക് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ നേരെ ബ്ലഡിൻ്റെ ഉള്ളിലേക്ക് അപ്ടേക്ക് ചെയ്യും. സോ ഇറ്റ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസ്. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? വില്ലസ് വഴി ഈ ന്യൂട്രിയൻസിനെ അവർ അപ്ടേക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ നേരെ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. അവിടെ ഡൈജഷൻ ഒന്നും നടക്കുന്നില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ആ വാട്ടറിനെ ഒക്കെ അബ്സോർബ് ചെയ്തിട്ട് ബാക്കി ഈ വേസ്റ്റിനെ എന്ത് ചെയ്യുന്നു? ഒന്ന് സോളിഡിഫൈ ചെയ്യുന്നു. എന്നിട്ട് അത് നേരെ എന്ത് ചെയ്യുന്നു? ഫീറ്റസിനെ സ്റ്റോർ ചെയ്യുന്നു. അത് പിന്നെ നേരെ എന്ത് ചെയ്യുന്നു? ഏനൽ സ്പിഞ്ചർ വഴി നമ്മൾ പുറത്തോട്ട് കളയുന്നു. ഇതാണ് കംപ്ലീറ്റ് ഡൈജഷൻ പ്രോസസ്. ഇൻജഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, അസിമിലേഷൻ കണ്ടില്ലല്ലോ എന്ന്. അസിമിലേഷൻ എന്നാൽ ഇത്രയേ ഉള്ളൂ. അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള വില്ലസ് വഴി എന്ത് ചെയ്യുന്നു? ബ്ലഡിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. ആ ബ്ലഡിൽ നിന്ന് സെല്ലിൽ പോയി ആ സെല്ലിൽ നിന്ന് എനർജി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു. അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസിമിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം ഇത്രയുമാണ് നമ്മൾ ന്യൂട്രീഷൻ്റെ കാര്യത്തിൽ എളുപ്പത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റെസ്പിറേഷനിലേക്ക് കിടക്കാം. സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിജനെ ഇൻടേക്ക് ചെയ്യുന്നു. ആ ഓക്സിജനെ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. അല്ലെങ്കിൽ ഓക്സിജനെ യൂസ് ചെയ്തിട്ട് ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ. പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ഇൻ ദ സെൽ വിത്ത് ദ റിലീസ് ഓഫ് എനർജി ഈസ് കോൾഡ് സെല്ലുലാർ റെസ്പിറേഷൻ. ഇറ്റ് ഒക്കൂസ് ഇൻ ഓൾ സെൽസ് ഓഫ് ലിവിങ് ഓർഗാനിസം. അപ്പം ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി മാറ്റി ആ ഗ്ലൂക്കോസിനെ വീണ്ടും ബ്രേക്ക് ചെയ്ത് എനർജി ഉണ്ടാക്കുന്ന പ്രോസസ്സാണെന്ത്? സെല്ലുലാർ റെസ്പിറേഷൻ. ആൻഡ് എയറോബിക് റെസ്പിറേഷനും അനഎയറോബിക് റെസ്പിറേഷനും ഉണ്ട്. അത് പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റിലെ ഫ്ലോ ചാർട്ട് മാത്രം പഠിച്ചാൽ മതി. ഇത് മാത്രം പഠിച്ചാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിക്കുക. ഇത്രയേ ഉള്ളൂ. ഗ്ലൂക്കോസിനെ ആദ്യം എന്ത് ചെയ്യുന്നു? സെല്ലിലെ സൈറ്റോപ്ലാസ്റ്റിൽ വെച്ചിട്ട് പൈറുവിക് ആസിഡ് അല്ലെങ്കിൽ പൈറുവേറ്റ് ആക്കി മാറ്റുന്നു. 6 കാർബൺ കോമ്പൗണ്ട് ആയതിനെ ബ്രേക്ക് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട് ആക്കി. ഇനി അതിനെ ഈസ്റ്റ് സെല്ലിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്കി മാറ്റുന്നു. അതിനും ഓക്സിജൻ്റെ ആവശ്യമില്ല. ഇനി നമ്മുടെ മസിൽ സെൽ, നമ്മുടെ ബോഡിയിൽ തന്നെ മസിൽ സെല്ലിലേക്കും ഇതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റിയിട്ട് പൈറുവേറ്റിനെ എന്താക്കി മാറ്റുന്നു? ലാക്റ്റിക് ആസിഡ് ആൻഡ് എനർജി ആക്കി മാറ്റുന്നു. അതും ഓക്സിജൻ ഇല്ലാത്തപ്പോഴാണ്. അപ്പം നമ്മുടെ ബോഡിയിൽ മസിൽസിലൊക്കെ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ, നമ്മൾ ഓടി കിതയ്ക്കുമ്പോഴൊക്കെ മസിലിൽ ഓക്സിജൻ കിട്ടാതെ വരുമ്പോൾ ഇതുപോലെ എന്താക്കുന്നു? ലാക്റ്റിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഓക്സിജൻ ഇല്ലാതെ റെസ്പിറേഷൻ നടത്തുന്നു. എന്നാൽ നോർമലി നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ ഈ പൈറുവേറ്റിനെ ഓക്സിജൻ്റെ പ്രസൻസിൽ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജി ആക്കി മാറ്റുന്നു. ഇതാണ് ഹൈ എനർജി, കൂടുതലായിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ ഇത് നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയൻ്റെ ഉള്ളിലാണ്. അപ്പോൾ അതാണ് പ്രോപ്പറായിട്ട് നമ്മൾ പറയുന്ന സെല്ലുലാർ റെസ്പിറേഷൻ. ബാക്കിയൊക്കെ എന്താണ്? അനഎയറോബിക് റെസ്പിറേഷനാണ്. ഓക്സിജൻ ഇല്ലാതെ നടക്കുന്നതാണ്. മൂന്നാമത്തേത് എന്താണ്? പ്രസൻസ് ഓഫ് ഓക്സിജൻ നടക്കുന്നതാണ്. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ ഒരു സെല്ലുലാർ റെസ്പിറേഷൻ കിട്ടും. ഇവിടെ ATP നിങ്ങൾ മനസ്സിലാക്കണം. ATP എന്ന് പറഞ്ഞാൽ അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. ഒരു അഡിനോസിനും 3 ഫോസ്ഫേറ്റുകളും ഉള്ളതാണ് ആ ഒരു കോമ്പൗണ്ട്. ആ ATP ബ്രേക്ക് ചെയ്ത് ADP ആയി മാറുമ്പോഴാണ് എനർജി റിലീസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലാണ്. റെസ്പിറേഷൻ പ്രോസസ്സ് വഴിയാണ് ATP നമ്മൾ ഉണ്ടാക്കുന്നത്.
ഇതേപോലെ തന്നെ പ്ലാന്റ്സിലും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ പറയും ഫോട്ടോസിന്തസിസ് വഴി ഓക്സിജനാണ് പുറത്തോട്ട് വരുന്നത്. എന്നാൽ റെസ്പിറേഷൻ ടൈമിൽ എന്താ ചെയ്യുന്നത് പ്ലാന്റ്? അല്ലാതെ നമ്മളെപ്പോലെ തന്നെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് കളയുന്നുണ്ട്. അപ്പം ഡേ ടൈമിൽ കൂടുതലായിട്ട് ഓക്സിജനാണ് പുറത്തോട്ട് വരുന്നത്. നൈറ്റ് ടൈമിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തോട്ട് പോകുന്നത്. അത് ഓർത്ത് വെക്കാം. ഇനി ഹ്യൂമൻ ബീങ്സിലെ റെസ്പിറേഷൻ നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കണം, ആദ്യം എന്ത് ചെയ്യുന്നു? ഓക്സിജനെ ഉള്ളിലേക്ക് ലങ്സ് എടുക്കുന്നു, പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് കളയുന്നു. അത് പിന്നെ ആൽവിയോളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പിന്നീട് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് എനർജി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്ത്? ആദ്യം മനസ്സിലാക്കണം ദ പ്രോസസ് ഇൻ വിച്ച് എയർ മൂവ്സ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ലങ്സ്. ലങ്സിൻ്റെ ഉള്ളിലേക്ക് എയർ കയറുകയും എയർ പുറത്തോട്ട് പോകുന്നുമുണ്ട്. നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എന്ത്? ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബ്രീത്തിങ്ങിൽ 2 സ്റ്റേജാണുള്ളത്, ഇൻഹലേഷനും എക്സലേഷനും. എയർ ഉള്ളിലേക്ക് എടുക്കുന്നതിന് ഇൻഹലേഷൻ എന്നും പുറത്തോട്ട് കളയുന്നതിന് എക്സലേഷൻ എന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇൻഹലേഷൻ ഇൻടേക്ക് ഓഫ് എയർ ഇൻ ടു ലങ്സ് ആണ്, എക്സലേഷൻ എക്സ്പെല്ലിങ് എയർ ഔട്ട് ഓഫ് ദ ലങ്സ് ആണ്. ഈ 2 പ്രോസസ്സാണ് ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്ത് ഈ റെസ്പിറേറ്ററി പാത്വേ നിങ്ങൾ പഠിച്ചു വെക്കുക. നോസിൻ്റെ ഉള്ളിലൂടെ എയർ കയറുന്നു, എന്നിട്ടത് നീസൽ ക്യാവിറ്റി വഴി എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ ട്രക്കിയയിലേക്ക്. ആ നോസിൻ്റെ ഉള്ളിൽ ചെറിയ ഹെയേഴ്സും കാര്യങ്ങളും ഉണ്ട്, നമ്മുടെ ഡസ്റ്റിനെയൊക്കെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് നേരെ ഫാരിങ്സ് ലാരിങ്സ് വഴി എങ്ങോട്ടേക്ക് എത്തുന്നു? ട്രക്കിയയിലേക്ക് എത്തുന്നു. ട്രക്കിയയിൽ നിങ്ങൾക്ക് സി ഷേപ്ഡ് കാർട്ടിലേജിനസ് റിങ്സ് കാണാം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടോ പിന്നെ ബ്രോങ്കസ് വീണ്ടും ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ബ്രോങ്കിയോൾ, ഇങ്ങനെ അത് ആൽവിയോളയിലേക്ക് എത്തുന്നു. ആൽവിയോളയിൽ നിങ്ങൾക്ക് കാണാം നോർമലായിട്ട് ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നു. കണ്ടോ? ഡിഫ്യൂഷൻ പ്രോസസ്സ് നടക്കുന്നു. അപ്പോഴെന്താ ചെയ്യുന്നത്? ഇതിന് ചുറ്റും കാപ്പിലറീസ് ഉണ്ട്. ആ കാപ്പിലറീസ് നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളിൻ്റെ ഉള്ളിൽ നിന്നും ആൽവിയോളിൻ്റെ ഉള്ളിലേക്കും ആൽവിയോളിൽ നിന്ന് ഓക്സിജൻ ബ്ലഡിലേക്കും പോകും. അത് പിന്നെ നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത് ആൽവിയോളയിലാണ്. അപ്പോൾ റെസ്പിറേഷൻ സെറ്റായില്ലേ? ഇവിടെ ബ്രീത്തിങ് റേറ്റ് കാര്യങ്ങൾ ആലോചിച്ച് വെക്കണം. നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഫോർ ആൻ അഡൾട്ട് അറ്റ് റെസ്റ്റ് ഇസ് 12 to 18 ബ്രീത്ത് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ ഒരു ആവറേജ് മാൻ എടുക്കുന്ന ബ്രീത്താണ് നമ്മൾ പറയുന്നത് എന്ത്? ഈ ഒരു ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത് അത് 12 to 18 ആണ് റേഞ്ച് വരിക. അപ്പം അത് ക്ലിയറായി. ഇനി നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിലും ഇതേപോലെ റെസ്പിറേഷൻ നടക്കുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ലങ്സ് ഒന്നുമില്ല, എയർ ഇൻടേക്ക് നടക്കാൻ അവർക്ക് സ്റ്റൊമാറ്റ വഴിയാണ് നടക്കുന്നത്. ബാർക്കിലൊക്കെ ലെൻറ്റിസൽസ് ആണുള്ളത്. നമുക്കാണ് എന്ത് ചെയ്യുന്നത്? ബ്രീത്തിങ് നടത്താൻ വേണ്ടി ഒരു റെസ്പിറേറ്ററി സിസ്റ്റം ഉള്ളത്. അത് നോസ്ട്രൽസ്, നീസൽ കാവിറ്റി, പിന്നെ ട്രക്കിയ, ബ്രോങ്കിയോൾ വഴി ആൽവിയോളയിൽ എത്തുന്നു. ആൽവിയോളയിൽ വെച്ചിട്ട് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തോട്ടും ഓക്സിജനെ ബ്ലഡിലേക്കും കൊടുക്കുന്നു. ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇതേപോലെ മറ്റ് ഓർഗാനിസത്തിലോ, എർത്ത് വേമിലാണെങ്കിൽ സ്കിന്നാണ്, അതുപോലെ ബാക്ടീരിയ യൂണിസെല്ലാർ ഓർഗാനിസം ഒക്കെ നേരെ ബോഡി സർഫസ് വഴിയാണ് റെസ്പയർ ചെയ്യുന്നത്. ട്രക്കിയാണ് മൊസ്കിറ്റോയിൽ. ഫിഷസിൽ എന്താണ്? ഗിൽസ് യൂസ് ചെയ്തിട്ടാണ് അവർ ബ്രീത്ത് ചെയ്യുന്നത്. അപ്പം മറ്റ് ആനിമൽസിലും ഉള്ള ഒരു റെസ്പിറേഷൻ എങ്ങനെയാണെന്നും കൂടെ പഠിച്ചു വെക്കാം. അപ്പോൾ ഈ 2 പ്രോസസ്സ് വെൽ ക്ലിയർ ആയല്ലോ, സെറ്റായില്ലേ? അപ്പം ഈ 2 പ്രോസസ്സ് കംപ്ലീറ്റ് സെറ്റാക്കി നമ്മൾ പഠിക്കും. ഇനി നമുക്കുള്ളത് ബാക്കി എന്താണ്? എക്സ്ക്രീഷനും ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ സെറ്റാകും. അപ്പം എല്ലാവരും എന്ത് വെച്ചാൽ ഈ 2 പ്രോസസ്സ് സെറ്റാക്കി നോട്ടൊക്കെ ഷോർട്ട് നോട്ടാക്കി വെച്ച് പഠിക്കുക. അപ്പം ഈ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരുന്നതാണ് മിസ്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ബൈ.